സിറാത്ത് പാലം ഏറ്റവും ചുരുങ്ങിയത് 50,000 കൊല്ലം ഉണ്ടാവും. ചുരുക്കിയ എല്ലാ അഭിപ്രായ വ്യത്യാസം മാറ്റി വെച്ചാൽ ചുരുങ്ങിയത് 50,000 കൊല്ലം ഉണ്ടാവും. അരമണിക്കൂർ ഒരാളെ കാത്തിക്കാൻ നമുക്ക് കഴിയില്ല. അരമണിക്കൂർ, ഞാനൊരു അരമണിക്കൂർ കൊണ്ട് വരട്ടോ എന്ന് പറഞ്ഞാൽ അന്നജ് വന്നിട്ട് വിളിക്കൊണ്ട് അപ്പയാണ്ട് വരേണ്ടി കഴിയില്ല. അരമണിക്കൂർ കാത്തിക്കാൻ കഴിയില്ല. അങ്ങനത്തെ നമ്മളെ കാത്തിട്ട് മുത്തുനബി പാലത്തിൻ്റെ അടുക്കൽ 50,000 വർഷം നിൽക്കും. ഒരാൾക്ക് മാത്രമേ കഴിയുള്ളൂ. അതാണ് ഓർമ്മ എന്ന് പറയുന്നത്. ഓർമ്മയുടെ മഹാത്ഭുതമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി വേറൊരു ഓർമ്മ ഉണ്ട്. വറഫഅനാ ലക ദിക്റക, നബിയെ നിങ്ങളുടെ പേരിനെ നാം ഉയർത്തിയിരിക്കുന്നു. ഇഷ്കിൻ്റെ പ്രഖ്യാപനമാണ് ബാങ്ക് എന്നാണ്. ഇഷ്കിൻ്റെ പ്രഖ്യാപനമാണ് ബാങ്ക്. ഇഷ്ക് ഈ ഉമ്മത്തിൻ്റെ ഏറ്റവും വലിയ ശക്തിയാണ്. മുത്തുനബിയോടുള്ള താല്പര്യം സല്ലല്ലാഹു അലൈഹി വസല്ലം. ആശിഖായ മനുഷ്യന് നൽകപ്പെട്ട പേരാണ് സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇഷ്കിൻ്റെ പ്രഖ്യാപനമാണ് ബാങ്ക്. ബാങ്ക് അല്ലാഹു അക്ബറിൻ്റെ പ്രഖ്യാപനമല്ല. ബാങ്ക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രഖ്യാപനവുമല്ല. ബാങ്ക് ഹയ്യാലസ്സലയുടെ പ്രഖ്യാപനമല്ല. ബാങ്ക് ഹയ്യാലൽ ഫലയുടെ പ്രഖ്യാപനമല്ല. എന്താ അങ്ങനെ പറയാൻ കാരണം? നിസ്കാരം മറ്റുള്ള നബിമാർക്ക് ഉണ്ടായിട്ടുണ്ട്, അവർക്ക് ബാങ്ക് ഉണ്ടായിട്ടില്ല. നിസ്കാരത്തിൻ്റെ പ്രഖ്യാപനമാണെങ്കിൽ നിസ്കാരം ഉണ്ടായവർക്കൊക്കെ വേണ്ടേ? നൂഹ് നബിക്ക് നിസ്കാരം ഉണ്ടല്ലോ അലൈഹിസ്സലാം. നൂഹ് നബിക്ക് ബാങ്കില്ല. മൂസാ നബി അലൈഹിസ്സലാമിന് നിസ്കാരമുണ്ട്. സയ്യിദുനാ മൂസാ അലൈഹിസ്സലാമിന് ബാങ്കില്ല. എന്തേ? നിസ്കാരത്തിൻ്റെ പ്രഖ്യാപനമല്ല, അല്ലാഹു അക്ബറിൻ്റെ പ്രഖ്യാപനമല്ല. അല്ലാഹു അക്ബർ ഓൽക്കൊക്കെ ഉണ്ടല്ലോ. അവ്വലു മൻ ഖാലഹ സയ്യിദുനാ ഇബ്രാഹിം. ആദ്യമായി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ ആൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. ഇബ്രാഹിം നബിക്ക് നിസ്കാരം ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ അല്ലാഹു അക്ബറിൻ്റെ പ്രഖ്യാപനമാണെങ്കിൽ ഇബ്രാഹിം നബിക്ക് ബാങ്ക് വേണ്ടേ? ഇല്ല. ബാങ്ക് നമുക്ക് മാത്രമേ ഉള്ളൂ. ദാവൂദ് നബി അലൈഹിസ്സലാം താലൂത്തുമായി യുദ്ധം ചെയ്യാൻ വേണ്ടി പോയി, തൻ്റെ അനുയായികളോടൊരുമിച്ച്. അങ്ങനെ വഴിയിൽ വെച്ചുകൊണ്ട് ദാവൂദ് നബി അനുയായികളോട് ചോദിച്ചു, നമ്മളിങ്ങനെ അള്ളാഹിൻ്റെ ഒരു കൽപ്പന ഉണ്ട് യുദ്ധം ചെയ്യാൻ, എന്താ നിങ്ങളുടെ അഭിപ്രായം? അതിൽ ഓല് പറഞ്ഞു, ഇദ്ഹബ് അൻത വ റബ്ബുക ഫഖാതിലാ ഇന്നാ ഉനാ ഖായിദൂൻ. ഇദ്ഹബ് അൻത വ റബ്ബുക, നീയും നിൻ്റെ റബ്ബും പോവുക. ബാങ്ക് ഇഷ്കിൻ്റെ പ്രഖ്യാപനമാണ്. അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദാവൂദ് നബി അലൈഹിസ്സലാം യുദ്ധം ചെയ്യാൻ വേണ്ടി പോയപ്പോൾ തൻ്റെ അനുയായികളോട് ചോദിച്ചു, അല്ലാഹു തആല യുദ്ധം ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട്, എന്താ നിങ്ങളുടെ അഭിപ്രായം? ഓല് പറഞ്ഞു, ഇദ്ഹബ് അൻത വ റബ്ബുക ഫഖാതിലാ ഇന്നാ ഹഉനാ ഖായിദൂൻ. ഇജ്ജും എൻ്റെ റബ്ബും കൂടിയും പോയിട്ട് യുദ്ധം ചെയ്തിട്ട് യുദ്ധം കഴിഞ്ഞിട്ട് വരുമ്പോൾ ഈ വൈക്ക് വരുമുണ്ടോ, ഞങ്ങളപ്പോൾ ഒപ്പം പോരണ്ട് പറഞ്ഞു. ഓല് ബദറിലെത്തി നബിയും സഹാബത്തും സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂജാഹിലിൻ്റെ നേതൃത്വത്തിൽ സർവസന്നാഹങ്ങളോടുകൂടി 1000 പടയാളികൾ ബദറിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നും അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘം ചെങ്കടൽ തീരത്തുകൂടെ മക്കയിലേക്ക് രക്ഷപ്പെട്ടിട്ടുണ്ടെന്നും മുത്തുനബിക്ക് വിവരം ലഭിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബത്തിനോട് ചോദിച്ചു, 1000 പടയാളികൾ, വാളുകൾ, അങ്കികൾ, ഒട്ടകങ്ങൾ എല്ലാം ഏറ്റവും വരുന്നത്, 313 ആൾക്കാർ വെറുതെ അബൂ സുഫിയാനെ കാണാൻ പോയതാ, നമ്മളെന്താ വേണ്ടു ചോദിച്ചു. സഹാബത്ത് പറഞ്ഞു, നബിയെ നിങ്ങൾ ഞങ്ങളോട് കടലിലേക്ക് ചാടണമെന്ന് ഇപ്പോൾ പറഞ്ഞാൽ പറഞ്ഞ് മുഴുവനാകണതിൻ്റെ മുമ്പ് ഞങ്ങൾ പോയി ചാടിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. അതാണ് സഹാബത്ത്. ഇഷ്കാണ് ഈ ഉമ്മത്തിൻ്റെ വിജയം. ഇഷ്കിൻ്റെ പ്രഖ്യാപനമാണ് ബാങ്ക്. എന്തെങ്കിലും ഇടങ്ങേറുണ്ടായാൽ നമ്മൾ വേഗം ബാങ്ക് കൊടുക്കും. എന്തേ? ഇഷ്കിൻ്റെ പ്രഖ്യാപനമാണ് മുസ്ലിം ഉമ്മത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് ബാങ്ക് ഇഷ്കിൻ്റെ പ്രഖ്യാപനമാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രഖ്യാപനമല്ല, അല്ലാഹു അക്ബറിൻ്റെ പ്രഖ്യാപനമല്ല, ഹയ്യാലസ്സലാത്തിൻ്റെ പ്രഖ്യാപനമല്ല, ഹയ്യാൽ ഫലാ എന്നതിൻ്റെ പ്രഖ്യാപനമല്ല. വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അതുകൊണ്ടാണ് ബിലാൽ റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ ഇഞ്ഞാൻ ബാങ്ക് കൊടുക്കൂല പറഞ്ഞത്.
അല്ലാഹു അക്ബർ പറയാനുള്ള പ്രയാസമല്ല, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനുള്ള പ്രയാസമല്ല, ഹയ്യ അലസ്സല പറയാനുള്ള പ്രയാസമല്ല, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് പറയാൻ പറ്റില്ല. കാരണം ബാങ്ക് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹിയുടെ പ്രഖ്യാപനമാണ്. അതാണ് ഇഷ്കിൻ്റെ പ്രഖ്യാപനം. മുത്തുനബിയുടെ പേര് പറയലാണ് യഥാർത്ഥത്തിൽ ബാങ്ക്. വറഫഅനാ ലക ദിക്റക, നബിയെ നിങ്ങളുടെ പേരിനെ നാം ഉയർത്തിയിട്ടുണ്ട്. നൂഹ് നബി അലൈഹി ഇസ്ലാമിന് നിസ്കാരമുണ്ട്, പക്ഷേ നൂഹ് നബിക്ക് ബാങ്കില്ല. നൂഹ് നബി അലൈഹി ഇസ്ലാമിന് ബാങ്ക് ഉണ്ടായിരുന്നുവെങ്കിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് കഴിഞ്ഞാൽ വ അഷ്ഹദു അന്ന നൂഹുൻ റസൂലുള്ളാഹ് എന്ന് വിളിച്ചു പറയുമായിരുന്നു. അങ്ങനെ ലോകത്തൊരു പേര് വിളിച്ചു പറയാൻ അള്ളാഹുവിന് ഉദ്ദേശമില്ല. വറഫഅനാ ലക ദിക്റക, നബിയെ നിങ്ങളുടെ പേരിനെ നാം ഉയർത്തിയിരിക്കുന്നു. അലം നശ്റഹ് സൂറത്ത് ഷാബാനിൽ ഇറങ്ങിയതാണ് എന്ന് പറയാൻ. ഷാബാൻ മധുൻ നബിയുടെ മാസമാണ്. ഷാബാനിൽ മുത്തുനബി കൽബുക്കണ് കയറലാണ് യഥാർത്ഥത്തിൽ ഷാബാൻ്റെ ബർക്കത്ത് പറഞ്ഞാൽ. റജബിൻ്റെ ബർക്കത്ത് അള്ളാഹു കൽബിലേക്ക് കയറലാണ്. അള്ളാഹു കൽബ് കയറിയാൽ എന്താ ഉണ്ടാവുക? തവക്കുലുണ്ടാവും. അള്ളാഹ് കൽബ് കയറിയാൽ തവക്കുലുണ്ടാവും. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു ഇന്നല്ലാഹ ബാലിഗു അംരിഹി ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദ്റാ. തവക്കുലാണ് യഥാർത്ഥത്തിൽ അള്ളാഹു കൽബ്. കാരണം അള്ളാഹ് എന്ന് പറഞ്ഞാൽ എന്ത് ഏൽപ്പിച്ചാലും ഏറ്റെടുക്കാൻ തയ്യാറാണ്, എന്ത് പറഞ്ഞാലും കേൾക്കാൻ തയ്യാറാണ്. ഒരാൾ തമ്മാടിത്തരം മാത്രം ചെയ്ത് 85 വയസ്സ്, 85ാമത്തെ വയസ്സിൽ ഓൻ മരണപ്പെടുന്നതിൻ്റെ ഒരു 8 ദിവസം മുമ്പ് പറഞ്ഞു, പഠിച്ചോനെ റബ്ബേ എൻ്റെ അടുത്ത് ഒരുപാട് അബദ്ധം പറ്റിയല്ല അള്ളാഹ്, എനിക്ക് പൊരുത്തപ്പെട്ടു വരുമോ എന്ന് ചോദിച്ചാൽ 84 കൊല്ലം എവിടെയിരുന്നു എന്ന് അള്ളാഹുത്തല ചോദിക്കൂല. എടാ കുട്ടി, അനക്ക് ഇന്നോടല്ലാതെ ആരോടാ പറയാനുള്ളത്, അനക്ക് ഞാൻ പൊരുത്തപ്പെട്ട് തന്നിരിക്കുന്നു എന്ന് പറയുന്നവനാണ് അള്ളാഹു തആല. ഏൽപ്പിച്ചാൽ അവൻ ഏറ്റെടുക്കാൻ തയ്യാറുണ്ട്. ഇനി നമ്മൾ ആരെ ഏൽപ്പിച്ചത് എന്നുള്ളതാണ് വിഷയം. നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എത്രത്തോളം ഏൽപ്പിച്ചിട്ടുണ്ട്. തവക്കുലാണ് യഥാർത്ഥത്തിൽ റജബിൻ്റെ ബർക്കത്ത്. തവക്കുലുണ്ട് വരണം. തവക്കുൽ നമുക്ക് പലപ്പോഴും ഇല്ല എന്നുള്ളതാണ്. എൻ്റെ കുട്ടിയൊക്കെ അരി വാങ്ങാൻ ഞാൻ തന്നെ അധ്വാനിച്ചിട്ട് വേണ്ടതെന്നാണ് നമ്മൾ ആലോചിക്കുക. നമ്മളരി തന്നെ നമ്മൾ അധ്വാനിച്ചിട്ടൊന്നുമല്ല. അതല്ലേ കുട്ടികളെ കാര്യം. അല്ലെങ്കിൽ ഇപ്പോൾ അതൊക്കെ ഈ ഭക്ഷണം എന്നൊക്കെ പറഞ്ഞത് ഇപ്പോൾ അധ്വാന തൗഫീഖല്ലേ. ഭക്ഷണം എന്ന് പറഞ്ഞ സാധനം തൗഫീഖാണല്ലോ. എനിക്കിപ്പോൾ ഇന്ന് രാത്രിയിൽ എന്തൊക്കെ ഭക്ഷണം ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങളെ തൊള്ളയിൽ കൂടെ ഒരു കപ്പലല്ല 2 കപ്പലോടും. അതിപ്പോൾ അധ്വാനിച്ചിട്ടാ തൗഫീഖല്ലേ? അല്ല എന്താ കാര്യം? അള്ളാഹു ഭക്ഷണം നൽകിയവർക്ക് സ്വർഗീയമായ ഭക്ഷണം നൽകട്ടെ.